നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ നിർണായകമായ തിരച്ചിലിന്റെ അവസാന ഘട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നേവി സംഘം കർണാടകയിൽ ഷിരൂരിൽ എത്തിച്ചിരിക്കുന്നത്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് ഗംഗാവലി പുഴയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ലോറിയുടെ കൂടുതൽ ലോഹഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ലോറിയിൽ മരത്തടികൾ കെട്ടാൻ ഉപയോഗിച്ച കയറും കണ്ടെത്തിയെന്നാണ് ലോറി ഉടമ മനാഫ് പറയുന്നത്. ഏറ്റവും ഒടുവിലായി കിട്ടിയിരിക്കുന്നത് ലോറിയുടെ ഗിയറിന്റെ ഭാഗമാണെന്ന് കരുതുന്ന പീസുകളാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഇത് അർജുന്റെ ലോറിയുടേതാണോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷമേ അത് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി സീരിയൽ നമ്പർ ഉൾപ്പെടെ പരിശോധിക്കാൻ ഭാരത് ബെൻസ് കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഈ സ്ഥലം കേന്ദ്രീകരിച്ചപ്പോൾ നേവി ഡൈവിംഗ് സംഘവും ഒപ്പം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുമാണ് സമാന്തരമായി തിരച്ചിൽ നടത്തിയത്. കയറ് കിട്ടിയതുൾപ്പെടെ ഏത് ഭാഗത്താണോ ഇത് ലഭിച്ചത് ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് തിരച്ചിലുള്ളത്. 1, 2, 3 പോയിന്റുകളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇനിയും പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ തന്നെ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലിനായി ഡ്രഡ്ജർ കൂടി എത്തിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഗോവയിൽ നിന്നും തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കാനുള്ള പ്രതീക്ഷ ഉയരുന്നത്. ഡ്രഡ്ജർ എത്തിക്കാനായി ഭീമമായ ചിലവ് തന്നെയാണ് വേണ്ടിവരുന്നത്. ഏകദേശം 50 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം 22 ലക്ഷം രൂപയോളം ട്രാൻസ്പോർട്ടേഷൻ ചിലവായും കണക്കാക്കുന്നുണ്ട്. ജലമാർഗത്തിലൂടെയാണ് ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. വാടക ഇനത്തിൽ ദിനം പ്രതി 4 ലക്ഷം രൂപയാണ് ഡ്രഡ്ജറിന് നൽകേണ്ടി വരുന്നത്. നദിയിലൂടെ കൊണ്ടുവരുമ്പോൾ പാലങ്ങൾക്ക് താഴെ കൂടെ കൊണ്ടുവരേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ചില മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിച്ച് വലിയ ഒരു തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് ഇവ എത്തിക്കേണ്ടത്. കാലതാമസം ഒന്നും തന്നെ കൂടാതെ ഡ്രഡ്ജർ ഗോവയിൽ നിന്നും ഷിരൂരിലെത്തിക്കാനുള്ള നീക്കം തയ്യാറാക്കിയിട്ടുണ്ട്. മഞ്ചേശ്വരം MLA അഷ്റഫ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനുള്ള ചെലവ് ജില്ലാ ഭരണകൂടം വഹിക്കുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ അദ്ദേഹം വാഗ്ദാനം ചെയ്തതായും പറയുന്നു. നേരത്തെ തന്നെ തൃശ്ശൂരിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തി. പക്ഷേ പുഴയുടെ അടിയൊഴുക്ക് കൂടുതൽ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അത് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പല ഫണ്ടുകളിൽ നിന്നായി പണം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം. ഒപ്പം തന്നെ നാളെ തിരച്ചിലുണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സൂചനയും ലഭിച്ചിട്ടുണ്ട്. മറ്റന്നാൾ അടിത്തട്ടിൽ മണ്ണും ചെളിയും മറ്റും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പം മരങ്ങളും കമ്പുമൊക്കെ തിരച്ചിലിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. അടിഞ്ഞുകൂടിയ ഈ മണ്ണ് മാറ്റാതെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയുടെ അടിത്തട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡ്രഡ്ജർ എത്തിയതിനു ശേഷം വലിയൊരു പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.